വിവാദങ്ങളുടെ തോഴൻ സിൻസാറുൽ ഹക്ക് ഹുദവിയുടെ വിവാദ പ്രസംഗം വീണ്ടും ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളിൽ പ്രഭാഷണം നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതയാണ് ഹുദവിയുടെ പ്രസംഗത്തിൽ കണ്ടുവരുന്നത്. ഷിയാക്കളോട് സലാം പറയുന്നതിന് കുഴപ്പമില്ലെന്ന് പ്രസംഗിക്കുകയും വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് തിരുത്തുകയും ചെയ്ത അദ്ദേഹം വിചിത്രമായ ഇസ്ലാമിക വിരുദ്ധ ഫത്വയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയത്. വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്നവർക്ക് ഒരു സീക്രട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ആരുമറിയാതെ പ്രതിഷ്ഠിതവരനും പെണ്ണിന്റെ ഉപ്പയും നിക്കാഹ് വാചകങ്ങൾ ചൊല്ലി നിക്കാഹ് നടത്താമെന്നും സാക്ഷികളുടെ ആവശ്യമില്ല എന്നും സാക്ഷികൾ കോടതിക്ക് മാത്രമാണ് ആവശ്യം എന്നുമാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എന്നാൽ ഇത് ഇസ്ലാമിക ആശയങ്ങളോട് എതിരാണ്. ഹുദവിയുടെ വിവാദമായ പ്രസംഗം കേൾക്കാം. ചെറുപ്പക്കാർ ഭാര്യമാരോട് സംസാരിക്കാൻ നിൽക്കരുത്. അവർക്ക് അനുവദനീയമല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ നിന്റെ ഭാര്യയായിട്ടില്ല, അവൾക്ക് വേറെ ആരും നിക്കാഹ് ചെയ്ത് കൂടെ പോകാം. നിന്റെ ഭാര്യയാവുന്നത് നിക്കാഹ് ചൊല്ലുമ്പോഴാണ്. പടച്ചോനെ നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത്. ഒരു വിഷയം വേണ്ട, ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം, ഒരു സ്വകാര്യം. എന്തേ? അമ്മോശനോട് പറയാം. അമ്മോശനോട് വർത്താൻ പറയല്ലോ പുതിയാപ്പിളക്ക്. പുതിയാപ്പിളായിട്ടില്ല, പ്രതിഷ്ഠിത വരൻ. അമ്മോശനാക്കനോട് പറയാം, ഒരു കാര്യം ചെയ്യാ, നിക്കാഹ് ഒരു കൊല്ലം ഞങ്ങൾക്ക് എന്തായാലും വർത്താൻ പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നിക്കാഹിന് ചൊല്ലിത്തരി. എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ എന്റെ മഹറിന് കല്യാണം കഴിച്ചെന്നു, ഞാനത് സ്വീകരിച്ചു എന്നും പറയാം. നിക്കാഹായല്ലോ. പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് ഉസ്താദിനെ സംഘന്മാരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതൊരു കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹ് പറഞ്ഞൊരു ഫോണിൽ ആയിക്കോട്ടെ, നിങ്ങളോടൊന്ന് കബൂലും ചെയ്ത് ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഈ നിങ്ങൾ വർത്താനം പറഞ്ഞു, സാക്ഷി നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അതിന്റെ സാക്ഷ്യം കിട്ടണമെങ്കിൽ നിക്കാഹിന്റെ വചനം പുതിയാപ്പിള ചൊല്ലിയേ പറ്റൂ. കോടതിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് സാക്ഷിയുടെ വിഷയം. അല്ലാതെ ഈ നിക്കാഹ് നടക്കും. അങ്ങാടി പറഞ്ഞു എന്റെ മക്കളെ കല്യാണം കഴിച്ചെന്നു, ഞാൻ സ്വീകരിച്ചു. എത്ര സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ചരിത്രത്തിൽ. പക്ഷെ ഒരു വിഷയം ലീഗൽ അതിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി സാക്ഷികൾ വേണ്ടി വരും. ഇല്ലെങ്കിൽ നിക്കാഹ് നടക്കും. അപ്പൊ അത് സ്വകാര്യമായിട്ട് അമ്മാഷനോട് പറഞ്ഞുതരാൻ പറയാം. ഒന്ന് നിങ്ങൾ പറഞ്ഞു. നിക്കാഹിന്റെ പ്രധാന ഘടകമായ സാക്ഷി ആവശ്യമില്ല എന്ന പദം അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ദുബായ് ICF പ്രസിഡന്റ് സലാം സഖാഫി വെള്ളലശ്ശേരി പ്രതികരിച്ചു. നിക്കാഹ് സംബന്ധമായി സിൻസാറുൽ ഹക്ക് ഹുദവിയുടെ പ്രസംഗം വളരെ തെറ്റിദ്ധാരണാജനകമാണ്, അജ്ഞതയിൽ നിന്ന് ഉടലെടുത്തതുമാണ്. മുഴുവൻ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിലും നിക്കാഹിന്റെ ഫർളുകൾ എണ്ണിയെടുത്ത് 2 സാക്ഷികൾ എണ്ണിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫത്ഹുൽ മുഈനിൽ തന്നെ അർക്കാനുഹു, നിക്കാഹിന്റെ ഘടകങ്ങൾ 5 സൗജത്തുൻ ഭാര്യ, സൗജുൻ ഭർത്താവ്, വലിയുൻ രക്ഷാധികാരി, ഷാഹിദാനി 2 സാക്ഷികൾ, സീഗത്തുൻ സീഗ. ഈ 5 ഘടകങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നിക്കാഹ് സ്വഹിയാകുന്നത്. അപ്പൊ ഷാഹിദാനി വേണ്ട, സാക്ഷികൾ വേണ്ട, അത് കോടതി പറയാനാണ് എന്ന സിംസാറിന്റെ പരാമർശം മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ വന്നുപോയ ഒരു വലിയ ഭീമാബദ്ധമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ ആരും വശം വരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും സ്ഖലിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്പ്രേ ഉപയോഗം. അതുപോലെ തന്നെ ഷിയാക്കൾക്ക് സലാം പറയാം തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ സിൻസാറുൽ ഹക്കിന്റെ തെറ്റായ വാദങ്ങളാണ്. ആ വാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരിക്കലും അത് ഇസ്ലാമികമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അബദ്ധജടിലമായ സിൻസാറിന്റെ പ്രസംഗങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഷഹർ മുബാറക്ക് ലോകത്ത് ഇപ്പോൾ നിലവിലില്ലെന്നും ബറക്കത്തെടുക്കാൻ സനദ് വേണമെന്നും പ്രസംഗിച്ച ഹുദവിക്ക് നിക്കാഹിന് സാക്ഷികളെ വേണ്ടതായിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. ദീൻ പഠിക്കാതെ ഹുദവി ഇനി ദീൻ പറയരുതെന്നും ആടിക്കുഴഞ്ഞ ശൈലിയിൽ ദീനിനെ വികലമാക്കരുതെന്നും സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നു. ചേളാരി വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് ഇറങ്ങിയ ഹുദവിയുടെ വിവാദ പ്രസ്താവനയിൽ ചേളാരി വിഭാഗത്തിലെ നേതാക്കൾ മൌനത്തിലാണ്. തെറ്റുതിരുത്താൻ നേതാക്കൾ രംഗത്ത് വന്നിട്ടില്ല. ജലീൽ മടവൂർ, KMIC ന്യൂസ്.